ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശിവ, സത്യമേ, അച്ഛൻ മരുന്ന് കഴിച്ചോ? കഴിച്ചു. ആദ്യം വിഷ്ണു കൊടുത്താലേ കഴിക്കൂന്നൊക്കെ പറഞ്ഞു. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോ കഴിച്ചു. അവൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എവിടെയെങ്കിലൊക്കെ പോയി സ്വന്തം കാര്യം നോക്കി നിന്നാ മതിയല്ലോ. ഇവിടെ അവനെ മാത്രം പ്രതീക്ഷിച്ച് വാശിയും കാണിച്ച് മരുന്നും ഭക്ഷണവും കഴിക്കാതെ നടക്കുന്ന അവന്റെ അച്ഛനെ കുറിച്ച് അവന് വല്ല ചിന്തയുണ്ടോ? എങ്ങനെയുണ്ടാവാനാ? ഈ കാണിക്കുന്ന സ്നേഹം വല്ലതും അവൻ തിരിച്ചു കാണിക്കുന്നുണ്ടോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത. ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറും. അച്ഛൻ ഉറങ്ങിയിട്ട് പോകാമെന്ന് കരുതിയാ ഞാനിവിടെ ഇരുന്നത്. ഞാനെന്നാ. ശിവന് വലിയ ബുദ്ധിമുട്ടായല്ലേ? രാഘവേട്ടന്റെ മുമ്പിൽ ശിവന് ഇപ്പൊ ഞങ്ങളുടെ മകൻ വിഷ്ണു. അതൊന്നും സാരമില്ല. അച്ഛന് സുഖമില്ലാത്തോണ്ടല്ലേ. അസുഖം മാറട്ടെ, അതുവരെ കാത്തിരിക്കാം. മോളെ, എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പം വിഷ്ണു നമ്മളിൽ നിന്ന് വിട്ടകന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കും അറിയാത്ത കാര്യമാ. ഇവിടെ ഇനി മറ്റാരെങ്കിലും അത് അറിഞ്ഞാലോ? ആ ആഘാതത്തിൽ ഇവിടെ ആരൊക്കെ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് കണ്ടറിയണം. മോളെ, എടി, അതിനായിട്ട് നമ്മൾ ഇട കൊടുക്കണോ? എടി, ഇല്ലെന്ന് ഇല്ല. ഇനിയിപ്പോ രേഷ്മ പറയാൻ പോകുന്നത് എന്താണെങ്കിലും അതേ ചങ്കിനകത്ത് തന്നെ സൂക്ഷിക്കും. പൊട്ടിക്കരയണമെന്ന് തോന്നിയാലും ഞാൻ കരയില്ല. പക്ഷെ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റാത്തതോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വല്ല കാര്യങ്ങളും ആണെങ്കിൽ അമ്മയുടെ ഈ ചുമലൊന്ന് എന്നെ ഒന്ന് താങ്ങിയേക്കണേ. ഒരാളും കാണാതെ എന്റെ സങ്കടങ്ങളൊന്ന് ഇറക്കി വെക്കണ്ടത്.